जय राधा माधव जय कुंज बिहारी जय राधा माधव जय कुंज बिहारी जय गोपी जनवल्लभा जय गिरिवरधारी जय गोपी जनवल्लभा जय गिरिवरधारी यशोदनन्दना व्रजजनरञ्जन यमुनतीरा वनचारि जय कुंज बिहारी जय कुंज बिहारी जय राधा माधव जय कुंज बिहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 ഹരേ 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 കൃഷ്ണ. അപ്പോൾ എന്തൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഓർമ്മയുണ്ടോ? ഒന്നാമത്തെ അധ്യായത്തിൽ എന്തൊക്കെ പഠിച്ചു ചർച്ച ചെയ്തു? നമ്മൾ ഏതുവരെ എത്തി? കുരുക്ഷേത്ര യുദ്ധകാലത്തിൽ എന്താണ് നമ്മൾ കണ്ടത്? കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്തൊരു റെക്കോർഡ് കേൾക്കണം കേട്ടോ, എന്നാലാണ് ആ കണക്ഷൻ കിട്ടുള്ളൂ. എന്താ അടുത്തെന്ന് മനസ്സിലാക്കിയാലാണ് നമുക്കത് പിന്നീട് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കണ്ടത് പാണ്ഡവരുടെ ആ വംശപരമ്പരനെ നിഷേധിച്ചു ധൃതരാഷ്ട്രം അല്ലേ, മാമഘ എന്ന് വിളിച്ചിട്ട്. രണ്ട് സൈന്യങ്ങളെയും നിരീക്ഷിച്ചു. ദുര്യോധനൻ ആദ്യം നിരീക്ഷിച്ചു, പിന്നെ അർജുനൻ നിരീക്ഷിച്ചു. അർജുനൻ നിരീക്ഷിച്ചപ്പോഴാണ് എന്തായത്, ശരീരം വിറച്ചുടങ്ങി, ഗാന്ധീപം താഴെ വെച്ചുടങ്ങി, വിറയല് വന്നു. അപ്പൊ അങ്ങനെ എത്തിയെടുക്കണം നമ്മൾ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ അർജുനൻ 4 കാരണങ്ങളാണ് പറഞ്ഞത് യുദ്ധം ഒഴിവാക്കാൻ. ഒന്ന് എന്താണ്? ദയ, അനുകമ്പ. തൻ്റെ ഗുരുക്കന്മാര്, പിതാമഹൻ, സുഹൃത്തുക്കള്, സഹോദരങ്ങള് ഇവരൊക്കെയാണ് കാണുന്നത് അല്ലേ. ചെയ്യുന്നത് പാപാണെന്ന് തോന്നി. പിന്നെ അടുത്തത് ആസ്വാദനം ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ എന്താണ്? കുലനാശം. അപ്പൊ ഇതൊന്നും കൂടി നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്? അനുകമ്പ. അർജുനൻ ഓൾറെഡി എന്താണ്? സത്വഗുണത്തിലുള്ളതാണ്. പക്ഷെ ക്ഷത്രിയനാണ്. ഇപ്പൊ ക്ഷത്രിയന്റെ ധർമ്മം എല്ലാം ആള് വിസ്മരിച്ചിട്ടിരിക്കുന്നു. ഒരു സത്വഗുണത്തിൽ ഒരു ഭഗവാന്റെ ഭക്തന്മാർക്ക് തോന്നണ സ്വാഭാവികമായിട്ടുള്ളതാണ് ഈ ദയ എന്നുള്ളത്. അപ്പൊ അർജുനന് അത് സ്വാഭാവികമായിട്ട് തന്നെയാണ്, സത്വഗുണത്തിലുള്ള ആ ഒരു ഇതിൽ തന്നെയാണ് അർജുനൻ ചെയ്യാൻ പാടില്ല ഒരു അനുകമ്പ വരികയാണ്. പക്ഷെ ക്ഷത്രിയനാണെന്ന് മറന്നു ചെയ്തു. അപ്പൊ എന്താണ്? നമ്മുടെ ശ്രീരാമൻ സത്വഗുണത്തിലാണ്, പക്ഷെ ക്ഷത്രിയ ധർമ്മം എന്താണ് ചെയ്തത് അല്ലേ? രാവണനെ നിഗ്രഹിച്ചൂലേ? രാജാക്കന്മാര് സത്വഗുണത്തിലുള്ളവരാണ് രാജഭരണത്തിൽ ഇരിക്കേണ്ടത്. പക്ഷെ അവര് ആ ഭരണ കർത്തവ്യങ്ങള് ക്ഷത്രിയന്റെ ആ തലത്തിൽ നിന്നിട്ട് വേണം ഭരണകാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ അതിവിടെ ക്ഷത്രിയന്റെ അത് മറന്നുപോയി അർജുനൻ. താൻ ക്ഷത്രിയനാണെന്നുള്ളത് മറന്നുപോയി. ഒരു ബ്രാഹ്മണന്റെ കർത്തവ്യം ചെയ്തില്ലെങ്കിൽ അത് ബ്രാഹ്മണന്റെ തലത്തിൽ കൂട്ടില്ല. ബ്രാഹ്മണനാന്ന് പറയാനേ പറ്റില്ല. അതേപോലെ ക്ഷത്രിയ ധർമ്മം ചെയ്തില്ലെങ്കിൽ ക്ഷത്രിയനല്ല. ദേവന്മാരുടെ ഗുണങ്ങളൊക്കെ ഭഗവാന്റെ ഭക്തന്മാർക്ക് ഉണ്ടാവും. ആ ക്ഷത്രിയമായിട്ടുള്ള ആ രജോ ഗുണം ഉണ്ടായാലാണ് രജോ ഗുണം എടുക്കണം അധർമ്മത്തിന് വേണ്ടിയിട്ട് പോരാടാൻ. അപ്പൊ അതിവിടെ അർജുനൻ മറന്നിരിക്കുന്നു. പിന്നെന്താണ്? ആസ്വാദനം നഷ്ടപ്പെടും. ഇവരൊക്കെ കൊന്നിട്ട് തൻ്റെ ബന്ധുമിത്രാദികൾ ഇതൊക്കെ കൊന്നു. അവസാനം എനിക്ക് ഈ രാജ്യം ഇത്രയും വലിയ രാജ്യങ്ങളും സുഖങ്ങളും ഒക്കെ ഉണ്ടായാൽ ഇത് കാണാൻ ആരേനും വേണ്ടേ ഞാൻ സുഖിക്കുന്നത്?
ഒരു സന്തോഷവും ഉണ്ടാവില്ല അല്ലെ. ഇപ്പൊ നമുക്കായാലും എന്തെങ്കിലും മേടിച്ചാല്, കാറായാലും വീടായാലും അതൊക്കെ ഒന്ന് ആൾക്കാരെ 10 ആൾക്കാരെ കാണിക്കാനാണ് നമ്മള് അല്ലെ. ആരും കാണാനും ഇല്ല വരാനും ഇല്ലെങ്കിൽ നമ്മള് ഈ വീടും കാറും ഒക്കെ ഉണ്ടാക്കുവോ, മേടിക്കോ? രാഷ്ട്ര മക്കളൊക്കെ ഇല്ലാണ്ടാവാൻ പോവാണ്. അപ്പൊ അവരൊന്നും കാണാനില്ല, അവരൊക്കെ ഇല്ലാണ്ടാവാണ്. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ ആസ്വദിക്കും? ഇതൊക്കെ ഏത് തലത്തിലാണ്? ഭൗതിക തലത്തിലാണ്. ഭൗതികമായിട്ടുള്ള ആളുകളുടെ ഒരു തലാണ് അവിടെ കാണിച്ചിരുന്നത്. ആസ്വദിക്കാൻ പറ്റില്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മള് ബോധത്തിൽ ഇരിക്കുമ്പോഴുള്ള ചിന്താഗതികളാണ്. ഇനി പാപാണ്. പാപത്തിൽ എന്താ വരുന്നത്? അർജുനൻ പറയണത് ഇവരെ കൊന്നു കഴിഞ്ഞാല് ഞാൻ ഈ ചെയ്യുന്നത് പാപാണെന്ന് പറയുന്നുണ്ട്. നരകത്തിലേക്ക് പോണ്ടി വരുമോ എന്നുള്ള ഭയമാണ് അർജുനന്. അപ്പൊ അതില് പ്രഭാതര് പറയുന്നുണ്ട്, പർപ്പട്ടില് പറയുന്നുണ്ട്, 6 വൈദിക നിയമപ്രകാരം 6 അക്രമികളെ നമുക്ക് കൊല ചെയ്യാം. ഏതൊക്കെയാണ് 6 അക്രമികള്? വിഷം കൊടുക്കുക, വീടിന് തീ വെക്കുക, ഭൂമി അപഹരിക്കുക, സ്വത്തുക്കൾ അപഹരിക്കുക, ഭാര്യനെ അപഹരിക്കുക. ഇങ്ങനെയുള്ള അക്രമികളെ നമുക്ക് വധിക്കാം. ഇത് മുഴുവൻ ആര് ചെയ്തിട്ടുണ്ട്? ദുര്യോധനാദികൾ ചെയ്തിട്ടുണ്ട് പാണ്ഡവരോട്. ഭീമിനൊക്കെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. അരക്കല്ലിൽ ഇട്ടിട്ട് തീ കൊളുത്തിയിട്ട് അല്ലെ, തീ കൊളുത്താൻ നിന്നുണ്ട്. പിന്നെ അതാ സ്വത്തുക്കൾ കംപ്ലീറ്റ് ഇല്ലാണ്ടാക്കുക. അവരുടെ വംശപരമ്പര, പിതാവിൽ നിന്ന് കിട്ടേണ്ട ഭൂസ്വത്ത് അവർക്ക് ഇല്ലാന്ന് നിഷേധിച്ചെടുക്കണം. ഇതൊക്കെ ചെയ്തില്ലേ? അതാണ് ഭാര്യനെ അപഹരിക്കുക എന്ന് പറഞ്ഞത്. ഇതൊക്കെ ഇവര് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെ കൊന്ന പാപമില്ല. അർജുനന് ഇപ്പൊ എന്താ? ഒന്നും വേണ്ട, രാജ്യം വേണ്ട, ത്രിലോകങ്ങൾ മുഴുവൻ കൊടുന്ന് തന്നാലും സ്വർഗം മുഴുവൻ വെച്ച് തന്നാലും എനിക്ക് ഒന്നും വേണ്ട. സ്വന്തം ബന്ധുജനങ്ങളെ വധിക്കേണ്ട ആ വിഷമത്തില് ഇവരെ ഒന്നുമില്ലാണ്ട് എനിക്ക് ഈ ലോകത്ത് എന്ത് തന്നാലും വേണ്ട, ആ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കണം. എന്താണ് അതിൽ പറയുന്നത്? കുലനാശം. യുദ്ധത്തിൽ ഒരുപാട് മരിച്ചു പോയാല് അവരുടെ ഭാര്യമാര് വിധവകളാവും, കുട്ടികൾ അനാഥരാവും. പിന്നെ വഴിയേറ്റി എല്ലാവരും, മക്കളും വഴിയേറ്റി നടക്കും, ഭാര്യമാര് വഴിയേറ്റി നടക്കും. അവരെ ചൂഷണം ചെയ്യും പലരും. അങ്ങനെ എന്തായി നശിക്കും? കുലനാശം. പിതൃക്കൾക്ക് പിണ്ടോദ ക്രിയകൾ ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ പിണ്ടോദ ക്രിയകളെ കുറിച്ചിട്ട് അതിൽ പറയുന്നുണ്ട്, പിണ്ടോദ ക്രിയ മരിച്ചു പോയവർക്ക് നമ്മളത് ചെയ്യണം. അപ്പോഴാണ് അവർക്ക് ഈ സ്ഥൂല ശരീരം കിട്ടാണ്ട് ഒരുപാട് പിതൃക്കൾ ഉണ്ടാവും, മോശം കിട്ടാണ്ട് നടക്കുന്നുണ്ടാവും. അവർക്ക് ശരീരം കിട്ടണം. അപ്പൊ നമ്മൾ ഈ വർഷത്തിൽ ചെയ്യുന്നത് അവർക്ക് ദിവസം കൊടുക്കണ പോലെയാണ്. നമ്മൾ ഇവിടുന്ന് ഒരു വർഷമാകുമ്പോഴാവും ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ മരിച്ചു പോയവർക്ക് ദിവസം കിട്ടണ പോലെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് മരിച്ചു പോയവർക്ക് അത് ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു ഭക്തനായി കഴിഞ്ഞാല് ഭഗവാന്റെ ഭക്തന്മാരായ അതിന്റെ ആവശ്യമില്ല. മരിച്ചു പോയാലും ആവശ്യമില്ല. ആരും ചെയ്തില്ലേനും കുഴപ്പമില്ല. അവർക്ക് ഉടനടി ആത്മീയ ശരീരമാണ് കിട്ടുക. അത്രയും പരിശുദ്ധ ഭക്തന്മാർക്ക് പെട്ടെന്ന് ആത്മീയ ശരീരം കിട്ടി ഭഗവാന്റെ അടുത്തേക്ക് പോകും. അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഏറ്റവും ഉയർന്ന കുലത്തിലെ നല്ല ഭക്തി ചെയ്യാനുള്ള ഒരു ഗ്രഹത്തില് വേഗം ജനിക്കും. അവർക്ക് ഇങ്ങനത്തെ പ്രശ്നം വരില്ല. ഭക്തി ചെയ്യാത്തവർക്ക് ആ കുലത്തിലുള്ളവര് പിണ്ടോദക്രിയ ചെയ്യണം എന്നാണ് പറയുന്നത്. അതെന്താണ് പിണ്ടോദക്രിയ എന്ന് പറഞ്ഞാല്? വിഷ്ണുവിന്റെ പ്രസാദാണ് അവിടെ കൊടുക്കുന്നത് പിതൃക്കൾക്ക്, മരിച്ചു പോയവർക്ക് വിഷ്ണു പ്രസാദാണ് കൊടുക്കുന്നത്. അപ്പൊ ആ വിഷ്ണു പ്രസാദത്തിന്റെ മഹിമയിൽ പറയുന്നുണ്ട്, മരിച്ചു പോയവർക്ക് തന്നെ ആ വിഷ്ണു പ്രസാദം കൊണ്ടാണ് അവർക്ക് എന്ത് കിട്ടുന്നത്? ഒരു ശരീരം കിട്ടുന്നത്. ആചരിച്ചേർന്ന കർമ്മങ്ങളാണ് ഇതൊക്കെ അല്ലെ. പണ്ടേ മുതൽ ആചരിച്ചേർന്നതാണ്. ആചാരങ്ങൾക്കൊക്കെ അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. അത് ഒരു ഭക്തനാണ് മരിച്ചെന്ന് വെച്ചാൽ ചെയ്യുന്നില്ല, അല്ലാത്തവർക്ക് ഇത് ചെയ്തിരിക്കണം. അപ്പൊ അതാണ് ഇവിടെ അർജുനൻ പറയണത്, ഇങ്ങനെ ചെയ്യാനൊന്നും ആരും ഉണ്ടാവില്ലല്ലോ എന്ന്. പിന്നെ നമ്മുടെ ശ്രീകൃഷ്ണന്റെ പേര് ഹൃഷികേശൻ എന്ന് വിളിക്കുന്നുണ്ട്. എന്താണ് ഹൃഷികേശൻ? എന്താണ് ഹൃഷികേശന്റെ അർത്ഥം? എല്ലാ ഇന്ദ്രിയങ്ങളുടെയും നാഥനാണ് ഭഗവാൻ. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും, ഏതൊക്കെ ഇന്ദ്രിയങ്ങളുണ്ട്? എത്ര ഇന്ദ്രിയങ്ങളുണ്ട്? 5 ഇന്ദ്രിയം. അതെ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി.
ഇതാണ് 5 ഇന്ദ്രിയങ്ങൾ. ഇതൊക്കെ നമുക്ക് വരും. ഇന്ദ്രിയങ്ങൾ എന്താന്ന് ചോദിച്ചാൽ അറിയണം കേട്ടാ. പിന്നെ എന്താണ്, ഈ പ്രകൃതിയിലെ എത്ര മൂലകങ്ങളുണ്ട്? 24 മൂലകങ്ങളുണ്ട്. സ്ഥൂലം എന്ന് പറഞ്ഞാല് നമ്മുടെ കണ്ണിൽ കാണുന്ന ഈ ശരീരല്ലേ, ഇതിനെയാണ് സ്ഥൂല ശരീരം എന്ന് പറയാം. അതെന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? പഞ്ചഭൂതങ്ങളെ കൊണ്ട്. ഏതാണ് 5 ഭൂതങ്ങള്? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഇതാണ് 5 പഞ്ചഭൂതങ്ങളുണ്ട്. 5 ഇന്ദ്രിയങ്ങളുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയും. പഞ്ചേന്ദ്രിയങ്ങള് കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. പിന്നെ 5 ഇന്ദ്രിയ വിഷയങ്ങളുണ്ട്. പിന്നെ 5 കർമ്മേന്ദ്രിയങ്ങള്. അപ്പൊ എത്രയും 20 ഇനി എന്താണുള്ളത്? 3 സൂക്ഷ്മ ഇന്ദ്രിയങ്ങളുണ്ട്. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതിനെയാണ് സൂക്ഷ്മം എന്ന് പറയാം. ഏതാണ് കണ്ണുകൊണ്ട് കഴിയാത്തത്, കാണാൻ കഴിയാത്തത്? മനസ്സ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? അപ്പൊ അതൊരു ഇന്ദ്രിയാണ്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഇന്ദ്രിയാണ് മനസ്സ്. ബുദ്ധി. ബുദ്ധി കാണാൻ പറ്റുമോ? എവിടെയാന്ന്? മനസ്സ് എവിടെയാന്ന് നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ? സൂക്ഷ്മാണ്. സൂക്ഷ്മ അല്ലേ? അത്രയും സൂക്ഷ്മമായതുകൊണ്ട് മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, ഇതിനെയാണ് സൂക്ഷ്മം. അപ്പൊ നമുക്ക് സൂക്ഷ്മേന്ദ്രിയങ്ങൾ കിട്ടി. പിന്നെ അടുത്തത് എന്താണ്? മഹത്വത്വം. അങ്ങനെ മൊത്തം 24 മൂലകങ്ങളുണ്ട്. ഏതിലെ? ഈ പ്രകൃതിയില്. 2 ശരീരം. എന്താണ്? ഒന്ന് സ്ഥൂല ശരീരം, ഒന്ന് സൂക്ഷ്മ ശരീരം. സ്ഥൂലം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നത് ഒരു ശരീരം. ഇപ്പോ കാണാത്ത ഒരു ശരീരം ഉണ്ട്. അതാണ് മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം. ഇതിന്റെ ഒക്കെ നാഥൻ ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ. അതുകൊണ്ടാണ് ഋഷികേശ് എന്ന് വിളിക്കുന്നത്. അതേപോലെ മധുസൂദൻ എന്ന് അതിൽ വിളിക്കുന്നുണ്ട്. മധു എന്ന അസുരനെ കൊന്നതുകൊണ്ട് മധുസൂദനൻ. ഭഗവാന്റെ ഓരോ ലീലകൾക്കനുസരിച്ചാണ് ഓരോ പേര് ഭഗവാന് വന്നിട്ടുള്ളത്. യശോദയുടെ പുത്രനായതുകൊണ്ട് എന്താ വിളിക്കുക? യശോദാനന്ദൻ അല്ലേ? ഭഗവാന് മറ്റൊരു പേര് ഇതില് കൊടുത്തിട്ടുള്ളതാണ് ഗോവിന്ദ എന്ന് വിളിക്കുന്നത് കാണാം നമുക്ക്. എന്താണ് ഗോവിന്ദ? ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം നൽകുന്നവൻ. അതുകൊണ്ടാണ് ഗോവിന്ദ എന്ന് വിളിക്കുന്നത്. ആനന്ദമുള്ള ആൾക്കല്ലേ ആനന്ദം കൊടുക്കാൻ പറ്റുള്ളൂ. മാധവ എന്ന് വിളിക്കാനുള്ള കാരണം എന്താ? ലക്ഷ്മി ദേവിയുടെ പതി ആയതുകൊണ്ട് മാധവ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് ഇനി യുദ്ധം വേണ്ടാന്ന് തീരുമാനിച്ചു. ഈ 4 കാരണങ്ങൾ പറഞ്ഞിട്ട് അർജുനൻ യുദ്ധം വേണ്ട, ഇനി ഞാന് അവരെന്നെ വന്ന് കൊന്നോട്ടെ, എന്നാലും വേണ്ടില്ല, അല്ലെങ്കിൽ ഞാൻ പിന്നെ സന്യസിക്കാം. ആ തീരുമാനത്തിലെത്തി ആര്? അർജുനൻ. 18 അധ്യായത്തിന്റെയും ഒരു ചെറിയ രൂപരേഖ നമുക്ക് 2ാമത്തെ അധ്യായത്തിൽ കിട്ടും. 72 ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ളത്. അതിൽ നമുക്ക് ആദ്യം ഇപ്പൊ ചർച്ച ചെയ്യാം. 2ഉം 3 ആണ് ആര് പറയണ്? ഭഗവാൻ അർജുനനെ വഴക്ക് പറയണിനി. കുതസ്തകശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാരജുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന. നിനക്ക് എങ്ങനെയാണ് ഈ മാലിന്യം വന്നു പെട്ടത്? അകീർത്തികരം എന്നാണ് പറയുന്നത്. ഇത് നിനക്ക് കീർത്തിക്ക് ഒട്ടും യോജിച്ചതല്ല. പിന്നെ എന്താണ്? ഉയർന്ന ലോകങ്ങളിലേക്ക് എത്തും ചെയ്യില്ല. നിന്റെ ഈ ചിന്താഗതിയൊക്കെ നിനക്ക് എങ്ങനെ വന്നു അർജുന എന്നാണ് ചോദിക്കുന്നത്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. നിനക്ക് എങ്ങനെയാണ് ഈ ഹൃദയത്തിന് ഇത്രയും ദൗർബല്യം വന്നത്? തെക്തോത്തിഷ്ട പരന്തപ, നീ എഴുന്നേൽക്കൂ, ഉയർന്ന് എഴുന്നേൽക്കൂ എന്നാണ് പറയുന്നത്. ശ്രീ ഭഗവാനു വാച എന്ന് പറഞ്ഞിട്ടാണ് ഉദസ്ത കശ്മലമിതം തുടങ്ങുന്നത്. ശ്രീകൃഷ്ണൻ ഇവിടെ എന്താണ് വിളിച്ചത്? ഭഗവാനു വാച. വ്യാസ മഹർഷിക്ക് യാതൊരു സംശയവുമല്ല. ബ്രഹ്മാവ് എന്താണ് ശ്ലോകം ചൊല്ലിയത്? ബ്രഹ്മാവ് 5:1 ഏത് ശ്ലോകം ചൊല്ലിയത്? ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. അപ്പൊ എല്ലാറ്റിനും കാരണം ആരാണ്? സർവകാരണ കാരണം എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തിന്റെയും ആത്മീയ ലോകങ്ങളുടെ ഒക്കെ കാരണക്കാരൻ ആരാണ്? ഉടമ ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഈശ്വര പരമ കൃഷ്ണ, പരമമായിട്ടുള്ള ഈശ്വരൻ
ശ്രീകൃഷ്ണനാണെന്ന് ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഭാഗവതത്തിൽ പറയേണ്ടത്, എങ്ങനെയാണ് ഭഗവാൻ എന്നുള്ള തലത്തിലേക്ക് എങ്ങനെയാണ് ഒരാൾ സാക്ഷാത്കരിക്കാന്, ഭഗവാനെ സാക്ഷാത്കരിക്കാൻ 3 തരത്തിൽ സാധ്യമാകും എന്ന് പറയുന്നുണ്ട്. വദന്തി തത്വവിദസ്ത തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. ഭാഗവതത്തിലുള്ള ശ്ലോകമാണത്. 3 തരത്തിൽ നമുക്ക് ഭഗവാനെ സാക്ഷാത്കരിക്കാം. അതിനൊരു ഉദാഹരണം ഇപ്പൊ നമ്മള് സൂര്യനെ കാണുന്നു. ആദ്യം നമ്മളിപ്പോ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വശം നമ്മള് കാണാൻ പ്രകാശ രൂപത്തിലാണ് അല്ലെ, ആ പ്രകാശമാണ് കാണുന്നത് അല്ലെ. അപ്പൊ അതിനെയാണ് ഇവിടെ പറയുന്നത് ഭഗവാന് ബ്രഹ്മേതി. ഭഗവാൻ ഒരു ബ്രഹ്മം എന്ന് പറഞ്ഞ ഒരു പ്രകാശമാണ്. ഭഗവാൻ എന്നത് ഒരു പ്രകാശമാണ് എന്നുള്ളത് ആ തരത്തില് ആത്മീയ പാതയില് സഞ്ചരിക്കുന്നവര് ഭഗവാൻ എന്ന് പറഞ്ഞാല് പ്രകാശമാണെന്ന് കണ്ടെത്തുന്ന ആൾക്കാരുണ്ട് കുറെ പേര്. അവര് അതിൽ മാത്രം വിശ്വസിക്കും. പിന്നോട്ട് പോണ ആൾക്കാര് പോകുമ്പോ കാണാം പരമാത്മാവാണ് ഭഗവാൻ എന്ന് പറയുന്നത്, എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവാണ് എന്ന് കണ്ടെത്തുന്ന ആളുകളുണ്ട് ആത്മീയ പാതയിൽ കുറെ പേര്. അപ്പൊ അതിന് ഉദാഹരണം ഇപ്പൊ നമ്മള് ഒരു സൂര്യപഠനത്തിനുള്ള ആ വിദ്യാർത്ഥി കുറച്ചും കൂടി ദൂരം സഞ്ചരിക്കുന്നു. സൂര്യനെ എന്താണ് ഒരു ഗോളമാണ് എന്ന് കാണണം. സൂര്യന് ഒരു ഉപരിതലം ഉണ്ട്, സൂര്യൻ ഒരു ഗോളമാണെന്ന് കണ്ടെത്തണം. അതാണ് എന്താണ് പരമാത്മ രൂപത്തില് എന്ന് കണ്ടെത്തുന്ന ഒരു ഉദാഹരണം പറയുന്നു കേട്ടാ. അത് അങ്ങനെ സാക്ഷാത്കരിക്കണവരുണ്ട്. അതിനപ്പുറം ആ പഠിതാവ് പോണില്ല. ഞാൻ കണ്ടുപിടിച്ചു സൂര്യൻ ഒരു ഗോളമാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് അവർ അതിൽ തന്നെ നിൽക്കണം. പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഭഗവാൻ എന്ന് പറയുന്നത് പ്രകാശമാണ്, അല്ലെങ്കിൽ ഒരു ശക്തിയാണെന്ന് മാത്രം പറഞ്ഞു നിൽക്കും. വിദ്യാർത്ഥി കണ്ടെത്താണ് ഇത് സൂര്യൻ എന്ന് പറയുന്നത് ഒരു ദേവനാണ്. സൂര്യദേവന് അവിടെ സേവകരുണ്ട്, സേവിക്കണ സേവകരുണ്ട്. കുറച്ചും കൂടി ദൂരം പോണവര് എന്താണ് ഭഗവാന് ധാമമുണ്ട്, ഭഗവാന് രൂപമുണ്ട്, ഭഗവാനെ സേവിക്കുന്നവരുണ്ട് എന്ന് കണ്ടെത്തുന്നവരാരാണ്? അവരാണ് ഭക്തന്മാര്. ഭഗവാൻ എന്ന സാക്ഷാത്കരിക്കുന്നവരാണ് അവര്. ബ്രഹ്മം ഭഗവാനെ 3 തരത്തിൽ സാക്ഷാത്കരിക്കാം. അതാണ് ഈ പറയുന്നത് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. ഇവരൊക്കെ ആത്മീയ പാതയിലുള്ളവർ തന്നെയാണ്. പടിപടിയായിട്ട് അവര് ഭഗവാൻ എന്നതിലേക്ക് എത്തണം. അർജുനനും അവസാനം മനസ്സിലാവുന്നുണ്ട്. അങ്ങ് പരബ്രഹ്മം പരന്ധാമം പവിത്രം പരമം ഭവാൻ എന്നൊക്കെ പറയുന്ന ശ്ലോകങ്ങൾ നമുക്ക് കാണാം. ഭഗവാന് ധാമമുണ്ടെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അവിടെ എന്തിന്റെ ആവശ്യമില്ല? സൂര്യന്റെയും ചന്ദ്രന്റെയും ഒന്നും പ്രകാശത്തിന്റെ ആവശ്യമേ ഇല്ല. സ്വയം ഭഗവാനിൽ നിന്ന് തന്നെ പ്രകാശം വരികയാണല്ലോ. അതുകൊണ്ട് അവിടെ ഒരു ദേവന്റെയും ഒന്നിന്റെയും സഹായമില്ല എന്ന ചെറിയ സൂചന നമുക്ക് ഭഗവത്ഗീതയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ കണ്ടത്? ലോകങ്ങളിലേക്ക് പോലും എത്തില്ല. അകീർത്തികരമാണ്. ഭഗവാൻ കൂടെ ഉണ്ടായിട്ട് നീ ഇങ്ങനെ ചെയ്യുമ്പോ എന്താണ് ആൾക്കാർ പറയാല്ലേ? ഭഗവാൻ കൂടെ ഉണ്ടായിട്ടാണ് ഈ തളർന്നു കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇനി ഭഗവാന്റെ 2 വഴക്ക് പറഞ്ഞിട്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാണാം. ഭഗവാന്റെ കാരുണ്യത്തെ കുറിച്ചിട്ട് പറയാൻ, ഭഗവാനെ കണ്ട് ഇത്രയും പേര് യുദ്ധകളത്തിൽ എത്രയോ കോടിക്കണക്കിന് 600 കോടി എത്രയുണ്ടെന്ന് തോന്നുന്നുണ്ട് യുദ്ധത്തിൽ വന്നിട്ടുള്ളവര്. അവരൊക്കെ ഭഗവാനെ കണ്ടിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഭഗവാൻ എന്ത് കൊടുത്തു? മുക്തി കൊടുത്തു. ഇവിടെ യുദ്ധം അനിവാര്യമാണ് അല്ലെ. അധർമ്മത്തിന് കൂട്ടുനിന്നവരും ഉണ്ടായില്ലേ, അധർമ്മത്തിന്റെ പാത പിന്തുടരുന്നവരുണ്ട്. അപ്പൊ അവിടെ എന്ത് വേണം? ശിക്ഷ എന്തായാലും കൊടുക്കണ്ടേ? ഇവിടെ ഭൗതികതയിൽ നമ്മൾ എന്തെങ്കിലും കുറ്റവാളികളെ ശിക്ഷിക്കണില്ലേ? അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ നിയമത്തിന് ആർക്ക് കവച്ച് കടക്കാൻ പറ്റും? ഈ യുദ്ധക്കളത്തിലേക്ക് അവരെല്ലാവരും എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ഓൾറെഡി ഭഗവാനാൽ തന്നെ കൊല്ലപ്പെടൽ കഴിഞ്ഞു. ഇവിടെ അർജുനനെ മാത്രം നിമിത്തമാക്കിയിട്ടാണ് ഭഗവാൻ യുദ്ധം ചെയ്യുന്നത്. അതായത് എല്ലാ അധർമ്മ പ്രവർത്തികൾക്കും എന്ത് കിട്ടും? പ്രതിഫല ശിക്ഷ കിട്ടും. നിയമം പേടിച്ചിട്ടാണ് പലരും എന്ത് ചെയ്യാത്തത്? ഭയന്നിട്ടാണ് എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത്. കുറെ പേര് ഒളിച്ചു ചെയ്യുന്നുണ്ട്, ചിലര് പിടിക്കുന്നുണ്ട്, ചിലര് അതിൽ നിന്ന് ഈസിയായിട്ട് ഒഴിഞ്ഞു പോകുന്നുണ്ട്. പ്രകൃതിയുടെ നിയമത്തിൽ നിന്ന് ആർക്കും ഒരു രക്ഷയില്ല. എല്ലാ ദേവീദേവന്മാരും എല്ലാവരും സാക്ഷികളാണ്. അത് പരമാത്മ രൂപത്തിലിരിക്കുന്ന ഭഗവാനെ എല്ലാം അറിയുകയും ചെയ്യാം.
എന്താണ് ഏത് സമയത്താണ് ചെയ്യുന്നതും ചിന്തിക്കുന്നതും എല്ലാം അറിയാം. അപ്പൊ പ്രകൃതി നിയമം തെറ്റിച്ച് നടക്കാൻ ആർക്കും സാധ്യമല്ല. പിന്നെ ഇവിടെ തെറ്റിച്ച് നമ്മൾ ഭൗതികതയിൽ നിന്ന് പൈസക്കെറിഞ്ഞ് കുറെ പേരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അവരുടെ ആ ചെയ്ത പാപത്തിൽ നിന്ന് അവര് മുക്തരാവുന്നില്ല. ശിക്ഷ കിട്ടണേറ്റ് മുന്നേ ഒഴിഞ്ഞു പോന്നാല് അവരുടെ ആ ശിക്ഷ കിട്ടണം എന്നാണ് പറയുന്നത്. അവരുടെ ആ ശിക്ഷ മുഴുവൻ അവര് അനുഭവിച്ചില്ലെങ്കിൽ അടുത്ത ജന്മത്തില് ആ ശിക്ഷ ഇത് എന്താണ്, ആ ശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും ജനിക്കേണ്ടി വരും, ആ ശിക്ഷ അനുഭവിക്കാൻ. എന്താ അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത്. 2 പടിയൊക്കെ റിപ്പീറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് ആ ഓർമ്മയിൽ നിൽക്കണുള്ളൂ. പല പല പ്രാരാബ്ദങ്ങളിൽ പെട്ടിട്ടില്ലേ. ഒപ്പം പിന്നെ ഓർമ്മ കിട്ടാൻ എന്ത് വേണം? പുട്ടും കുറ്റിന്ന് പുട്ട് കുത്താണ്ട് പുറത്തേക്ക് വരില്ലല്ലോ. അപ്പൊ അതിന് എന്ത് ചെയ്യണം എന്നാണ് പറയണത്? നാമജപം. നന്നായി നാമം ജപിക്കുമ്പോ ഇതൊക്കെ വേഗം നമുക്ക് ഓർമ്മയിൽ വരും, ഈസി ആയിട്ട് തോന്നും. അതേ പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം. നന്നായിട്ട് സന്തോഷത്തോടു കൂടി ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഭഗവാൻ വേണ്ടുന്ന ബുദ്ധി വേണ്ടുന്ന സമയത്ത് കൊടുക്കും. അപ്പൊ ഒന്നും അറിവൊന്നും വരില്ല. മത്ത, സ്മൃതി, ജ്ഞാനം, അബോധനം ഒക്കെ തരുന്നത് ഭഗവാനാണ്. അപ്പൊ അത് കൂടുതൽ ചിലപ്പോ നമ്മൾക്ക് ആ ഒരു കണക്ഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ചിലപ്പോ ആവർത്തിച്ചിട്ട് ശരിയായി വരും കേട്ടോ. പഞ്ചതത്വം എന്താന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചതത്വം എന്ന് പറഞ്ഞാല് ശ്രീ ചൈതന്യ മഹാപ്രഭു ആവിർഭവിക്കുമ്പോ ഒപ്പം ഭഗവാന്റെ ഒപ്പം പാർഷദന്മാരും വരും. ശ്രീകൃഷ്ണൻ എങ്ങനെയാണോ അവതരിക്കുമ്പോ രാധാറാണി ഉണ്ടായിരുന്നു, യശോദാമ, ഗോവർദ്ധന, യമുന നദി എല്ലാം ആവിർഭവിച്ചു. ആ ലീലകളെ സമ്പൂർണ്ണാക്കാൻ വേണ്ടിയിട്ട് ഒപ്പം ഭഗവാന്റെ സുഹൃത്തുക്കളും പരിചാരകരും ഒക്കെ ഇവിടെയും വരും. അതേപോലെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ അവതാരത്തില് ചൈതന്യ മഹാപ്രഭു നമ്മൾ പഠിച്ചു, സങ്കീർത്തന യജ്ഞം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള കാരുണ്യ അവതാരാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അപ്പൊ അങ്ങനെ മഹാപ്രഭുവിന്റെ ഒപ്പം 5 പാർഷദന്മാരെന്ന് പറയും. 5 തത്വങ്ങളാണ് അത്. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ വാസാദി ഗൗര ഭക്തവൃന്ദ. ഈ പഞ്ചതത്വം ചൊല്ലില്ലേ, അതില് ജയ ശ്രീകൃഷ്ണ ചൈതന്യൻ സ്വയം ശ്രീകൃഷ്ണൻ, നിത്യാനന്ദ പ്രഭു എന്ന് പറയുന്നത് ആരാണ്? ബലരാമൻ, ഗുരുതത്വം. അദ്വൈതാചാര്യര് മഹാവിഷ്ണു. പിന്നെ ഗദാധര പണ്ഡിറ്റ് എന്ന് പറയുന്നത് ശക്തി തത്വം. അത് രാധാറാണിയാണ് വന്നിട്ടുള്ളത്, ശക്തി തത്വത്തിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ശ്രീവാസൻ എന്ന് പറയുന്നത് ജീവാത്മാവ്, നാരദ മഹർഷി. അങ്ങനെ 5 തത്വങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. 5 ആചാര്യന്മാരായിട്ടാണ് നമുക്ക് ഭക്തന്മാരെങ്ങനെയാണെന്ന് അവതരണം. ഒരു ഭക്തൻ എങ്ങനെയാവണം, ആ ഭക്തൻ എങ്ങനെ അനുഷ്ഠിക്കണം, ഭഗവത് ധാമത്തിലേക്ക് പോകേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെ അനുഷ്ഠിക്കണം, ഒരു ഭക്തൻ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയാവണം എന്നുള്ള ആ തത്വങ്ങൾ ഈ 5 ഭക്തന്മാരുടെ വേഷത്തിലാണ് ഒരു വന്നുള്ളത്. ഭഗവാന് ഏതെല്ലാം വേഷങ്ങൾ എടുക്കാൻ അസാധ്യമുണ്ടാവും. കൂർമായിട്ട് വന്നു അല്ലെ, വരാഹായിട്ട് വന്നു, മത്സ്യമായിട്ട് വന്നു, നരസിംഹനായിട്ട് വന്നു. പിന്നെ എന്ത് വന്നിട്ടുണ്ടായിരുന്നില്ല? ഒരു ഭക്തനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് മഹാഭാഗ്യാണ്, ഭക്തന്റെ വേഷത്തിലാണ് വന്നിട്ടുള്ളത്. ഈ 5 തത്വത്തോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതാണ് പഞ്ചതത്വം ചൊല്ലിയിട്ട് നമ്മുടെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ പറഞ്ഞത്. അപ്പൊ ഓരോ വട്ടം ഓരോ മാലയിൽ കഴിയുമ്പോഴും നമ്മൾ വീണ്ടും ഒരു വട്ടമെങ്കിലും അല്ലെങ്കിൽ 3 വട്ടം പഞ്ചതത്വം ചെല്ലണം. ഒരു വട്ടം കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങുമ്പോ ഹരേ കൃഷ്ണ ചെല്ലുമ്പോ വീണ്ടും പഞ്ചതത്വം ചെല്ലണം. അപ്പൊ അവരുടെ കൃപയോട് കൂടിയിട്ട് നമ്മൾ അത് ജപിക്കുമ്പോ അവരുടെ ബ്ലെസ്സിങ്, അനുഗ്രഹം ഉണ്ടാവും. നമ്മുടെ ഉള്ളിലുള്ള അനർത്ഥങ്ങളൊക്കെ നീക്കിയിട്ട് നമ്മുടെ ശുദ്ധമായ നാമം ഭഗവാനിലേക്ക് എത്തും. അല്ലാണ്ട് ഡയറക്റ്റ് നമ്മൾ എന്ത് ഇതാക്കിയിട്ടും നാമങ്ങളും ജപിച്ചാൽ എത്താൻ പോണില്ല. അവിടെ ഗുരു വേണം മീഡിയേറ്റർ ആയിട്ട്. നാമം ജപിക്കാനും എന്ത് വേണം? ഒരുപാട് സുഹൃതം വേണം എന്നാണ് പറയുന്നത്. ഹരിയുടെ നാമം ജപിച്ച് അത് ഉപാസനയായിട്ട് അതിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ എന്ത് വേണം? നല്ല സത്സംഗത്തിലിരിക്കണം. ശ്രവണം വേണം. ശരിയായ രീതിയിൽ ആധികാരികമായിട്ട് ശാസ്ത്രപ്രകാരമാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഇന്നെ ശാസ്ത്രത്തിൽ പറഞ്ഞെന്നുള്ള പ്രകാരം
അപ്പൊ അതുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ പുരുഷോത്തമ മാസമായിട്ട് വരാത്തവർക്ക് വീണ്ടും കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവരും ഹരേ കൃഷ്ണ മഹാമന്ത്രത്തെ പിടിച്ചിട്ട് ഈ സംസാര സാഗരം നമുക്ക് ഈസി ആയിട്ട് തുഴയാൻ പറ്റും. അതുപോലെ അർജുനൻ വന്ന് പെടുന്ന പോലെയുള്ള ഭീകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ എപ്പോഴും ഏത് സമയത്തും നമ്മുടെ മുന്നിൽ പദം ടു പദം വിപത്ത പദം എന്ന് പറയുന്നത്, ഓരോ പദം വയ്ക്കുമ്പോഴും വിപത്തുകളാണ് ഈ ലോകത്ത്. ആർക്കാ എപ്പോഴാ എന്താ സംഭവിക്കുക എന്നറിയാല്ലേ, നമ്മുടെ കൺട്രോളിലേ അല്ല ഒന്നും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം, ഈ കലിയുഗം ഭയങ്കര ദുരിതങ്ങള് ദോഷങ്ങള്, ഇനി ഘോരമായ കലിയുഗമാണ് ഇനി വരാൻ പോണത്. ഇപ്പൊ തന്നെ അതിന്റെ അനർത്ഥങ്ങൾ കാണാം. അതുകൊണ്ട് പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്കുക. ഇനിയൊരു ജന്മം നമ്മളിവിടെ ഉണ്ടാവാൻ ആഗ്രഹിക്കരുത്. അതിനാണ് മഹാപ്രഭുവിന്റെ പ്രേമാവതാരമായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ഈ ഒരു മഹാമന്ത്രം ജപിച്ച് ലിഫ്റ്റിൽ പോണ പോലെ പോകാൻ പറ്റും. ഹരേ കൃഷ്ണ. വാഞ്ചകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ആനന്ദകോടി വൈഷ്ണവന്ദിക്കേ ജയ. ജഗദ്ഗുരു ശൈലപ്രവാദർ കേ ജയ. ഗുരു മഹാരാജ് കേ ജയ. आज के आनंद के जय. निताय गौर प्रेमानंदे. हरे हरे बोल. हरे कृष्ण.